Okay, begin. Happy New Year. To laugh. Hallelujah. Hallelujah. Smile. Hallelujah. ഇന്ന് 2013 ഒരു പുതിയ സംഭവങ്ങളും പുതിയ ആശയങ്ങളും നിഗൂഢമായി കിടക്കുന്ന ഒരുപാട് കാര്യങ്ങളും അറിയിക്കാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. അതിലൊന്ന്, നമ്മൾ ആരാണ് എന്നുള്ളതിന്റെ ആൻസറും, 2, ദൈവവും നമ്മളുമായിട്ടുള്ള അടുത്ത ബന്ധം അല്ലെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്ന വഴി എന്തെല്ലാം കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ഉൾക്കൊള്ളുന്നു എന്നും, നമ്മള് ദൈവം ആഗ്രഹിക്കുന്നത് അശുദ്ധിയെ സംബന്ധിച്ചും 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഇന്ന് പറയുന്നത്. 1, നമ്മൾ ആരാണെന്നുള്ളതിന്റെ ചോദ്യം, അതിന്റെ ആൻസർ നമുക്ക് ബൈബിളിലേക്ക് നോക്കാം. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 1 യോഹന്നാൻ 3:1. നമ്മൾക്ക് ഇതുവരെ അറിയാവോ അറിയാൻ പാടില്ലോ എന്ന് എനിക്കറിയാൻ പാടില്ല. എങ്കിലും നമ്മളെല്ലാം ദൈവമക്കളാണ്. ഇവിടെ ഇങ്ങനെ പറയുന്നു, കാൺമീൻ, ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അങ്ങനെ തന്നെ നാം ആകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് നമ്മെയും അറിയുന്നില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ ലോകത്തിൽ ജീവിക്കുമ്പോൾ ലോകത്തിന്റെ ഭാഗമാണ്. ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു. അതിൽ 1 സ്ഥാനം കൊടുക്കാൻ പാടില്ല. ഇതാണ് അതിന്റെ മീനിങ്. അപ്പോ നമ്മളെ മുന്നേറ്റ രാജ്യവും അതിന്റെ നീതി അന്വേഷിപ്പിൻ, അതോടെ ഇവയെല്ലാം നൽകപ്പെടും. അതാണ് നമുക്ക് മുഴുവൻ പറഞ്ഞിരിക്കുന്നത്. അത് നമ്മളത് ചെയ്യണം. അപ്പൊ അതോട് ഇവയെല്ലാം നൽകപ്പെടും. നമ്മൾക്ക് വേണ്ടുന്ന നമ്മുടെ സ്വതന്ത്ര പിതാവിന് അറിയാം. അപ്പൊ ഇനി 2ാമത്തെ സംഗതി, 1, നമ്മൾ ആരാണ്? നമ്മൾ ദൈവമക്കളാണ്. ഇനി 2ാമത്തെ സംഗതി, നമ്മള് അവകാശികളാണ്. അപ്പന്റെ മക്കൾക്കല്ലേ അവകാശികളാണ്. അതിനെ സംബന്ധിച്ചും ഒരു ചെറിയ വിശദീകരണം തരാൻ പോകുന്നു. റോമാക്കാരുടെ ലേഖനം 8ാം അധ്യായം 8ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു. കാരണം ലോകത്തിൽ ഇന്ന് ഇവിടെ ഒരു നോട്ട് കുറിച്ചിട്ടിരിക്കുന്നതിലെ ലോകത്തിൽ നിന്ന് ക്രൈസ്തവ സഭ വളരെയധികം ശക്തമാണ്. രാഷ്ട്രീയമായിട്ടും എല്ലാ തരത്തിലും വളരെ പ്രബുദ്ധരാണ്. പക്ഷേ അവരാരും ദൈവമക്കളല്ല എന്നുള്ളത് വ്യക്തമാക്കുന്നു ബൈബിള്. ഈ ദൈവമക്കൾ ആരാണ് എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. അതിന് റോമാക്കാരുടെ ലേഖനം 8ാം അധ്യായം 17ാം വാക്യം നമുക്ക് 14 മുതൽ നോക്കാം. ഇവിടെ ഇങ്ങനെ പറയുന്നു, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവർ എല്ലാവരും ദൈവത്തിന്റെ മക്കൾ ആകുന്നു. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് സത്യത്തിന്റെ ആത്മാവിനെ അല്ല, ഞാൻ അബാപിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്തിന്റെ ആത്മാവിനെയാണ് പ്രാപിച്ചത്. നാം ദൈവത്തിന്റെ മക്കൾ ആകുന്നുവെങ്കിൽ ആത്മാവ് തന്നെ നമ്മളുടെ ആത്മാവിനോട് സാക്ഷ്യം പറയുന്നു. നാം മക്കളാണെങ്കിൽ അവകാശികളും ആകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെട്ടിരിക്കുന്നു, അവനോടുകൂടെ കഷ്ടത അനുഭവിക്കേണ്ടതാകുന്നു. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം നമ്മള് ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ വസിക്കും. അതല്ലാതെ ഈ അല്പം മ്ലേച്ഛത, ഭൗതികത്തിന്റെ യാതൊരു കളങ്കവും നമ്മളിൽ പറ്റാൻ പാടില്ല. അത് ദൈവം ഇഷ്ടപ്പെടുകയില്ല. അങ്ങനെയുള്ളവർ എന്ത് ചെയ്യുന്നുള്ളത് എനിക്കറിയാൻ പാടില്ല. അങ്ങനെയുള്ളവർക്കാണ് മനസ്സാവപ്പെടാൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അപ്പൊ നമുക്ക് 2 കാര്യങ്ങൾ മനസ്സിലായി. ഇനി ദൈവം നമ്മോടുകൂടി ഇരിക്കുന്നു.
എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് റോമാക്കാരുടെ ലേഖനം 9 അധ്യായം 25 മുതൽ നമുക്ക് വായിക്കും പറയാം. അവൻ ഓശയായുടെ പുസ്തകത്തിൽ എന്റെ ജനമല്ലാത്തവരെ എന്റെ ജനം എന്നും പ്രിയമല്ലാത്തവളെ പ്രിയ എന്നും ഞാൻ വിളിക്കും. നിങ്ങൾ എന്റെ ജനമല്ല എന്ന് അവരോട് പറഞ്ഞ സ്ഥാനത്ത് അവൻ ജീവനുള്ള ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടും എന്ന് അഴിച്ചിരുന്നുവല്ലോ. അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, ദൈവം യേശയ്യായുടെ സുവിശേഷം 62 അധ്യായത്തിൽ പ്രത്യേകം പറയുന്നുണ്ട്, ഞാൻ ഇസ്രായേലിനെ സംബന്ധിച്ച് മിണ്ടാതിരിക്കില്ല, അവസാനത്തെ തൊഴിൽ വരെ ഞാൻ രക്ഷപ്പെടുത്തും. ദൈവം ഇന്നും, യേശുക്രിസ്തു ഇന്നും ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ പിതാവും ഞാനും പ്രവർത്തിക്കുന്നു. ഇനി ഇപ്പോൾ ഭൂമിയിൽ നമുക്ക് സഹായകനായിട്ട് അയച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രാപിച്ച് അവനോടുകൂടി അവൻ നമുക്ക് ഡയറക്ഷൻ തരികയും അങ്ങനെ ദൈവരാജ്യം ലക്ഷ്യമാക്കി ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതിക്കൊണ്ട് നമ്മൾ മുൻപോട്ട് നീങ്ങുക. ഇതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അപ്പൊ നമുക്ക് 3 കാര്യങ്ങൾ മനസ്സിലായി. നമ്മൾ ആരാണ്, 2 നമ്മള് അവകാശികളാണ്, 3 നമ്മളോടുകൂടി ദൈവം നടക്കും, അവനോടുകൂടി നമുക്ക് ഭക്ഷണം കഴിക്കാൻ സാധിക്കും. ഇങ്ങനെയുള്ള ഒരു സന്തോഷകരമായ ദിവസമാണ് ഈ 2013 ന്യൂ ഇയറിന്റെ ആരംഭത്തിൽ എനിക്ക് തരുവാനുള്ള നിർദ്ദേശം. ഇനി കൂടാതെ ഇനി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ള ഒരുപാട് മർമ്മങ്ങൾ കിടപ്പുണ്ട്. അതായത് ആ മർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഇപ്പോഴും അറിയാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം അത് യേശയ്യായുടെ സുവിശേഷം 2 അധ്യായം 2 വാക്യത്തിൽ പറയുന്നത് പോലെ, വരുവിൻ നമുക്ക് യഹോവയുടെ പർവ്വതത്തിലേക്ക് കയറി ചെല്ലാം, അവൻ തന്റെ വഴികളെ ഉപദേശിച്ച് അവന്റെ വഴിയെ നമുക്ക് നടക്കുകയും ചെയ്യാം. അവിടെ വരുമ്പോഴാണ് നമുക്ക് ദൈവം നമുക്ക് ഉപദേശിച്ചു തരും. ഇപ്പോ നമുക്ക് അവിടെ വരെ ചെല്ലാനുള്ള മാർഗങ്ങളാണ് ഈ ബൈബിളിലൂടെ പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം ഒരുപാട് മർമ്മങ്ങളുണ്ട്. ഇത് പരിശുദ്ധാത്മാവ് ഇന്ന് അന്ത്യകാലത്ത് നമുക്ക് വെളിപ്പെടുത്തരും. യേശുക്രിസ്തു പറഞ്ഞ കാര്യങ്ങൾ പോലും ഓർമ്മിപ്പിക്കുകയും നിഗൂഢമായി കിടക്കുന്ന പല കാര്യങ്ങളും ഓർമ്മിപ്പിക്കുകയും നമ്മള് ആ യേശുക്രിസ്തുവിന്റെ സാന്നിധ്യത്തോടുകൂടി ദൈവ സന്നിധിയിൽ ചെല്ലുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് നമുക്ക് വളരെയധികം സഹായം നൽകുന്ന ഈ നാളുകൾ അതിനെ വിലമതിക്കുക, പ്രവർത്തിക്കുക. അതുപോലെ തന്നെ ഞാൻ മുമ്പ് ഒരിക്കൽ പറഞ്ഞു, നമ്മുടെ ദൈവവചനം നമ്മുടെ ഉള്ളിൽ പിതാവിന്റെ ഹൃദയവും ദൈവത്തിന്റെ ഹൃദയമായിട്ട് നിരപ്പിക്കുക, മക്കളുടെ ഹൃദയമായിട്ട് നിരപ്പിക്കുക, അങ്ങനെ സന്തോഷത്തോടെ കെട്ടിപ്പടുക്കുക. ഇതാണ് ഇന്നത്തെ ഈ 2013 കുടുംബനാഥന്മാരെല്ലാവരും ഏറ്റെടുത്തുകൊണ്ട് ദൃഢനിശ്ചയത്തോടുകൂടി മുന്നോട്ട്. മുമ്പ് ഒരു പാട്ട് പാടി, നിങ്ങൾക്കറിയാവോ, ജാതികളിൽ നിന്ന് വളരെയധികം ജാഗരായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അവര് വരുവിൻ നമുക്ക് യഹോവയുടെ പർവ്വതത്തിലേക്ക് കയറി ചെല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ യഥാർത്ഥമായ ദൈവജനങ്ങളുടെ കൂടെ അവർ മറപിടിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലം. അതിന് യാക്കോബ് എന്നുള്ള പേര് മാറ്റി ഇസ്രായേൽ എന്നുള്ള പേര് കൊടുത്ത അവനെ ഒരു മെതിവണ്ടി ആക്കി ജാതികൾക്ക് വേണ്ടി ഒരു കൊടി ഉയർത്തുവിൻ, അതുപോലെ തന്നെ വഴിവെട്ടുവിൻ, അവർക്ക് വേണ്ടുന്ന സ്ഥാനമാനങ്ങളെല്ലാം കൊടുക്കും. ഇങ്ങനെയുള്ള യേശയ്യായുടെ സുവിശേഷം 62 അധ്യായത്തിൽ ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞതാണെങ്കിലും ആ കാലത്ത് നമ്മൾ എത്തിയിരിക്കുന്നു. അപ്പോ ലൂക്കായുടെ സുവിശേഷം 14:15 മുതൽ 24 വരെ പറയുമ്പോൾ കല്യാണ സദ്യക്ക് വിളിച്ചിട്ട് വരാത്ത ഒത്തിരി പേരുണ്ട്. അവരോരോ കുസൃതികൾ പറഞ്ഞു. അങ്ങനെയുള്ളതാണ് ഇന്ന് കത്തോലിക്ക സഭ പല സഭക്കാരും എന്നെനിക്ക് പറയാൻ സാധിക്കും. കാരണം അവർ ബൈബിൾ എന്ന് പറഞ്ഞാൽ എന്താന്ന് പോലും അറിയാൻ പാടില്ല. ഞാൻ പല വീടുകളിൽ ചെല്ലുമ്പോ അവർ ബൈബിൾ എടുക്കാൻ അറിയാൻ പാടില്ല. ഈ ബൈബിൾ എന്ന് പറയുമ്പോ യേശുക്രിസ്തു ഏർപ്പെടുത്തതാണെങ്കിലും പിതാവിന്റെ ആത്മാവ് അവനോടുകൂടി ഉണ്ടായിരുന്നത് യോഹന്നാൻ സുവിശേഷം നിങ്ങൾക്ക് വായിക്കുമ്പോൾ അറിയാൻ സാധിക്കും. അതുകൊണ്ട് വളരെയധികം ജാഗ്രതയോടെ പ്രവർത്തിക്കുക.
ആത്മാവ് നമ്മൾ പ്രവേശിക്കാത്തക്കൊണ്ട് നമ്മൾ പ്രവർത്തിച്ച് മതിയാവും.